ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് അഡൾട്ട് സെക്സ്വൽ വേർഡ്സ്. ഇത് ഞാൻ പറയത്തില്ല, ഇത് ഞാൻ താഴെ എഴുതി കാണിക്കാം, നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ യൂട്യൂബിൽ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് പോളിസി ഫോളോ ചെയ്യുന്നത് പോലെ, കോപ്പിറൈറ്റ് പോളിസി ഫോളോ ചെയ്യുന്നത് പോലെ ഇനി മുതൽ 2026 നിങ്ങൾക്ക് ഇനി മുതൽ ടൈറ്റിൽ പോളിസി കൂടി ഫോളോ ചെയ്യേണ്ടി വരും. ഈ ടൈറ്റിൽ പോളിസി ഇനി മുതൽ നിങ്ങൾ ഫോളോ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ യൂട്യൂബ് ഡീമോണിറ്റൈസ് ചെയ്തെന്ന് വരാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് സ്ട്രൈക്ക് ഇനി മുതൽ കിട്ടിയെന്ന് വരാം. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ഈ ടൈറ്റിൽ കൊടുക്കുന്ന സമയത്ത് ഏതൊക്കെ വാക്കുകളാണ് നിങ്ങൾ കൊടുക്കാൻ പാടില്ലാത്തത്, അതാണ് ഇന്നത്തെ വീഡിയോയുടെ ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ ആ വാക്കുകൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു സ്ട്രൈക്ക് കിട്ടിയെന്ന് വരാം. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ ലാസ്റ്റ് വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം നിങ്ങൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, എന്തുകൊണ്ടാണ് ഞാൻ ഈ ടൈറ്റിൽ പോളിസിയെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ ചെയ്യുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. കാരണം കുറച്ച് നാളുകളായിട്ട് ഒരുപാട് ആളുകൾക്ക് പല തരത്തിലുള്ള സ്ട്രൈക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ഒരുപാട് ആളുകളുടെ ചാനൽ യൂട്യൂബ് ഡീമോണിറ്റൈസ് ചെയ്ത് കളയുന്നുണ്ട്. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് യൂട്യൂബിൻ്റെ AI സിസ്റ്റമാണ്. യൂട്യൂബിൻ്റെ AI റോബോട്ടിക് സിസ്റ്റമാണ് നിങ്ങളിൽ പലർക്കും പലതരത്തിലുള്ള സ്ട്രൈക്ക് തരുന്നതും അതുപോലെ പലരുടെയും ചാനൽ ഡീമോണിറ്റൈസ് ചെയ്ത് കളയുന്നതും. അപ്പോൾ ഈ AI നമ്മുടെ വീഡിയോയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെക്ക് ചെയ്യുന്നത്, ഈ കാര്യങ്ങളോടെ നിങ്ങൾ മനസ്സിലാക്കുക. ഒന്ന്, നമ്മുടെ വീഡിയോയുടെ ടൈറ്റിലിൽ എന്തൊക്കെ കീവേഡ്സ് കൊടുത്തിട്ടുണ്ട് അത് AI ചെക്ക് ചെയ്യും. രണ്ട്, നമ്മുടെ തംബ്നെയിലിൽ എന്തൊക്കെ കീവേഡ്സ് കൊടുത്തിട്ടുണ്ട് അതും AI ചെക്ക് ചെയ്യും. മൂന്ന്, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ എന്തൊക്കെ കീവേഡ്സ് കൊടുത്തിട്ടുണ്ട് അതും AI ചെക്ക് ചെയ്യും. നാല്, നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വീഡിയോയിലുള്ള ഓഡിയോ അതും യൂട്യൂബ് ചെക്ക് ചെയ്യും. കാരണം യൂട്യൂബിൽ ഇപ്പോൾ ഒരു AI ഫീച്ചർ ഉണ്ട്, ആസ്ക് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓഡിയൻസിന് ആ വീഡിയോയുടെ ഒരു സമ്മറി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുമുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ AI നമ്മുടെ വീഡിയോയിലുള്ള ഓഡിയോ നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം മനസ്സിലാക്കുന്നുമുണ്ട്, അത് നന്നായി ചെക്ക് ചെയ്യുന്നുമുണ്ട്. അതുപോലെ നിങ്ങൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആ വീഡിയോയിൽ എവിടെയെങ്കിലും നിങ്ങൾ ടെക്സ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ടെക്സ്റ്റും AI ചെക്ക് ചെയ്യും. അതുകൊണ്ട് ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം നിങ്ങൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. ചില വാക്കുകൾ, ചില കീവേഡ്സ് അത് ഒരിക്കലും നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ആ വാക്കുകൾ ഏതൊക്കെയാണെന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഈ കീവേഡ്സ് നിങ്ങൾ ഉപയോഗിക്കാതിരുന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മോണിറ്റൈസേഷൻ സേഫ് ആക്കി വെക്കാം, അതുപോലെ സ്ട്രൈക്ക് കിട്ടാതെ രക്ഷപ്പെടുകയും ചെയ്യാം. ആദ്യം ഒരു ജനറൽ ആയിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാം. അതായത് നിങ്ങളുടെ ഏതെങ്കിലും കീവേഡിൽ നിന്നും AIക്ക് തോന്നുകയാണ് നിങ്ങൾ മിസ്ലീഡിംഗ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഫോൾസ് പ്രോമിസ് ആണ് ചെയ്യുന്നത്, അതും അല്ലെങ്കിൽ നിങ്ങളൊരു ഡേഞ്ചറസ് കണ്ടന്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതും അല്ലെങ്കിൽ ഏതെങ്കിലും സെൻസിറ്റീവ് കാര്യത്തെക്കുറിച്ചാണ് നിങ്ങളിവിടെ സംസാരിക്കുന്നതെങ്കിൽ ഉടൻ തന്നെ AI നിങ്ങൾക്കൊരു സ്ട്രൈക്ക് തരും. ഇനി നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത കുറേ കീവേഡ്സ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓരോന്നായിട്ട് ഞാൻ പറയാം. ആദ്യം നമുക്ക് ഡേഞ്ചർ കാറ്റഗറിയിലുള്ള കീവേഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. കാരണം ഓരോ കാറ്റഗറിയിലും പലതരത്തിലുള്ള കീവേഡ്സ് ആണ് നമുക്ക് പ്രശ്നമായിട്ട് വരുന്നത്. ഇവിടെ ഒന്നാമത്തേത് ഗ്യാരണ്ടീഡ് എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ ഉപയോഗിക്കരുത്. പലരും പറയാറില്ലേ ഗ്യാരണ്ടീഡ് നിങ്ങൾക്ക് പൈസ കിട്ടും, ഇത് നിങ്ങൾ ഉപയോഗിക്കരുത്. രണ്ട്, 100% വർക്കിംഗ് ഓർ കൺഫേം. അത് 100% ഇത് വർക്കിംഗ് ആണ്, കൺഫേം നിങ്ങൾക്ക് പൈസ കിട്ടും, ഇതും നിങ്ങൾ ഉപയോഗിക്കരുത്. ഈ വാക്കും AIക്ക് പ്രശ്നമാണ്. മൂന്ന്, കൺഫേം ട്രിക്ക് ഉപയോഗിക്കരുത്, ഇതും പ്രശ്നമാണ്. അടുത്തത് കൺഫേം പൈസ, അല്ലെങ്കിൽ ഉറപ്പായി പൈസ കിട്ടും, ഇങ്ങനെ ചെയ്താൽ മതി, ഈ രീതിയിൽ നിങ്ങൾ കൺഫേം പൈസ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ ഉപയോഗിക്കരുത്. പിന്നീട് വരുന്നത് ഷുവർ ഷോട്ട്. സെയിം ടൈപ്പിലുള്ള ഒരു വാക്കാണ്, നമ്മൾ ഉറപ്പ് കൊടുക്കുകയാണ്. ഷുവർ ഷോട്ട്, ഉറപ്പായി ഇത് സംഭവിക്കും, അങ്ങനെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റത്തില്ല. അടുത്തത് ഫൈനൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഈ ഒരു മാർഗ്ഗം ഉപയോഗിച്ചാൽ മതി, വേറെ മാർഗ്ഗം ഒന്നുമില്ല, കാര്യം നടന്നിരിക്കും. ഇവിടെയും നിങ്ങളൊരു ഗ്യാരണ്ടി കൊടുക്കുകയാണ്, ഫോൾസ് പ്രോമിസ് ആണ്. പിന്നീട് വരുന്നത് നോ ഫെയിൽ. ഇതും സെയിം തന്നെ. നോ ഫെയിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു മാർഗ്ഗം ഉപയോഗിച്ചാൽ നിങ്ങൾ ഫെയിൽ ആകത്തില്ല, നിങ്ങൾ ഗ്യാരണ്ടി കൊടുക്കുകയാണ്. ഈ ഒരു വാക്കും നിങ്ങൾ ഉപയോഗിക്കരുത്. ഈ പറഞ്ഞ കീവേഡുകളെല്ലാം, അതായത് 100% ഗ്യാരണ്ടീഡ് വൈറൽ ട്രിക്ക്, ഇതേ രീതിയിലുള്ള കീവേഡ്സ് ഒക്കെ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ടൈറ്റിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ AIക്ക് മനസ്സിലാവും നിങ്ങളിവിടെ ഫോൾസ് പ്രോമിസ് കൊടുക്കുകയാണ്. ഇതെല്ലാം ഡേഞ്ചറസ് കാറ്റഗറിയിൽ വരുന്ന കീവേഡ്സ് ആണ്. ഇത്തരത്തിലുള്ള കീവേഡ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ AI നിങ്ങൾക്ക് സ്ട്രൈക്ക് തരും. ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് മണി സ്കാം കാറ്റഗറി. നിങ്ങൾക്കറിയാം ഇന്നത്തെ ഈ സമയത്ത് ഒരുപാട് ഫിനാൻഷ്യൽ സ്കാം നടക്കുന്നതാണ്. അപ്പോൾ ഈ കാറ്റഗറിയിലാണ് സ്ട്രൈക്ക് കിട്ടാൻ ചാൻസ് കൂടുതലുള്ള ഒരുപാട് വാക്കുകളുള്ളത്. ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന വീഡിയോസ് അത് നോർമൽ വീഡിയോസ് ആയിരിക്കാം, ഫിനാൻഷ്യൽ വീഡിയോസ് ആയിരിക്കത്തില്ല. പക്ഷേ കൂടുതൽ VC കിട്ടാനായിട്ട് നിങ്ങൾ ചില വാക്കുകൾ ഉപയോഗിക്കും, അത് ഈ ഫിനാൻഷ്യൽ സ്കാം കാറ്റഗറിയിൽ പെടുന്നതായിരിക്കാം. AI നിങ്ങൾക്ക് അവിടെ സ്ട്രൈക്ക് തരികയും ചെയ്യും. ഇതിൽ പെടുന്ന ചില കീവേഡ്സ് ഞാൻ പറയാം, ആ വാക്കുകൾ ഒരിക്കലും നിങ്ങൾ ഉപയോഗിക്കരുത്. ഒന്നാമത്തേത് ഏൺ മണി ഫാസ്റ്റ്, പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം, ഒരിക്കലും ഉപയോഗിക്കരുത്. ഫാസ്റ്റ് പൈസ ഉപയോഗിക്കരുത്. ഫ്രീ പൈസ, നമുക്കിങ്ങനെ പൈസ കിട്ടിക്കൊണ്ടേയിരിക്കും, ഉപയോഗിക്കരുത്. അൺലിമിറ്റഡ് ഏണിംഗ്, സെയിം, പൈസ കിട്ടിക്കൊണ്ടേയിരിക്കും, ഉപയോഗിക്കരുത്. അതുപോലെ ഡെയിലി 500 രൂപ കിട്ടും, 5000 രൂപ കിട്ടും, ഈ രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ, ഡെയിലി എന്ന് പറയുന്ന വാക്ക് തന്നെ AIക്ക് ഇഷ്ടമല്ല, ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ ഓട്ടോ ഇൻകം, ഓട്ടോമാറ്റിക് ഇൻകം, ഓട്ടോമേറ്റഡ് ഇൻകം, ഈ രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതും ഒരിക്കലും ഉപയോഗിക്കരുത്.
അതായത് ഫ്രീ മണി ആപ്പ്, ഫ്രീ ഏണിംഗ് ആപ്പ്, പെട്ടെന്ന് എങ്ങനെ പൈസ ഉണ്ടാക്കാം, ഇത്തരത്തിലുള്ള വാക്കുകളെല്ലാം മണി സ്കാം കാറ്റഗറിയിൽ പെടുന്ന വാക്കുകളാണ്. ഇത് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ AI നിങ്ങൾക്ക് ഒന്നെങ്കിൽ സ്ട്രൈക്ക് തരും, അതല്ല മോണിറ്റൈസ് ആയ ചാനലാണെങ്കിൽ നിങ്ങളുടെ ചാനൽ ഡിമോണിറ്റൈസ് ആയി പോയെന്നും വരാം. അപ്പോൾ നിങ്ങൾ നോർമലായിട്ടുള്ള വീഡിയോസാണ് ചെയ്യുന്നതെങ്കിൽ പോലും വ്യൂസ് കൂട്ടാൻ വേണ്ടി പോലും ഇത്തരത്തിലുള്ള വാക്കുകൾ നിങ്ങൾ ഒരിക്കലും ഉപയോഗിക്കാതിരിക്കുക. ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ഹാക്കേഴ്സ് ആൻഡ് ഇല്ലീഗൽ വേർഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാറ്റഗറിയാണ്. ഈ കാറ്റഗറി എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് പോളിസിക്ക് ഡയറക്റ്റ്ലി എതിരായിട്ട് വരുന്ന ഒരു കാറ്റഗറിയാണ്. അപ്പോൾ ഇതിലുള്ള വേർഡ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഹാക്ക് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ നമ്മളിപ്പോൾ കൊടുക്കുകയാണ് ഹൗ ടു സേവ് യുവർ യൂട്യൂബ് ചാനൽ ഫ്രം ഹാക്കേഴ്സ്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രശ്നം വരത്തില്ല. കാരണം അത് യൂട്യൂബിന് മനസ്സിലാവും ഇത് നമ്മുടെ ചാനലിനെ ഹാക്കേഴ്സിൽ നിന്ന് എങ്ങനെ രക്ഷിക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ്. അത് യൂട്യൂബിന് കറക്റ്റായി മനസ്സിലാവും. അപ്പോൾ അവിടെ ഒരു പ്രശ്നം വരത്തില്ല. പക്ഷേ ഹാക്ക് എന്ന് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പ്രശ്നം വന്നെന്ന് വരാം. പിന്നെ ക്രാക്ഡ് കൊടുക്കാൻ പാടില്ല, മോഡ് ആപ്പ് കൊടുക്കരുത്, ബൈപ്പാസ് കൊടുക്കാൻ പാടില്ല, അതുപോലെ ചീറ്റ് കോഡ് അത് കൊടുക്കാൻ പാടില്ല, ജനറേറ്റർ അതും കൊടുക്കാൻ പാടില്ല, പിന്നെ പ്രീമിയം ഫ്രീ അതും കൊടുക്കാൻ പാടില്ല. അതായത് നിങ്ങളിപ്പോൾ കൊടുക്കുകയാണ് നെറ്റ്ഫ്ലിക്സ് പ്രീമിയം ഫ്രീ ആപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് അവിടെ സ്ട്രൈക്ക് കിട്ടിയിരിക്കും. അടുത്ത കാറ്റഗറി ഹാം കാറ്റഗറി. ഇത് നമ്മുടെ ഹെൽത്ത് ആൻഡ് റിസ്ക് കാറ്റഗറിയിൽ വരുന്ന കീവേഡ്സ് ആണ് ഇതിൽ വരുന്നത്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് സൂയിസൈഡ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ കിൽ, ബോംബ്, വെപ്പൺ, ഡ്രഗ്സ്, ഡാർക്ക് വെബ്, മർഡർ, ഇതുപോലുള്ള ഒരു വാക്കുകളും നമ്മൾ ടൈറ്റിൽ ഉപയോഗിക്കാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ ആയിട്ട് നിങ്ങളിപ്പോൾ കൊടുക്കുകയാണ് ഹൗ ടു ഏൺ മണി ഫ്രം ഡാർക്ക് വെബ്, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് സ്ട്രൈക്ക് കിട്ടും. അപ്പോൾ ഈ കീവേഡ്സുകളൊക്കെ നിങ്ങൾ ഇനി മുതൽ കൊടുക്കുകയാണെങ്കിൽ ഇത് ഹാം കാറ്റഗറിക്ക് ഉള്ളിൽ നിങ്ങൾക്ക് സ്ട്രൈക്ക് കിട്ടും. അത് ഒരിക്കലും നിങ്ങൾ കൊടുക്കരുത്. ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് അഡൾട്ട് സെക്സ്വൽ വേർഡ്സ്. ഇത് ഞാൻ പറയത്തില്ല, ഇത് ഞാൻ താഴെ എഴുതി കാണിക്കാം, നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. അതിൽ ഒന്ന്, ഈ താഴെ കാണുന്ന ഈ ഒരു വാക്ക് ഉപയോഗിക്കാൻ പാടില്ല, അതുപോലെ ഈ ഒരു വാക്ക് അതും ഉപയോഗിക്കാൻ പാടില്ല, അത് കഴിഞ്ഞിട്ട് ഇപ്പം കാണുന്ന ഈ ഒരു വാക്കും ഉപയോഗിക്കാൻ പാടില്ല, അതുപോലെ ന്യൂഡ്, ഹോട്ട് ഗേള്, അഡൾട്ട്, ഇതേപോലുള്ള ഒരു വാക്കുകളും നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ചിലപ്പോൾ ഒരു എഡ്യൂക്കേഷണൽ വീഡിയോ ആയിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള വീഡിയോ ആയിരിക്കും ചെയ്യുന്നത്, എങ്കിൽ പോലും നിങ്ങളുടെ ടൈറ്റിലിൽ ഈ വാക്കുകൾ ഒരിക്കലും ഉപയോഗിക്കരുത്. നിങ്ങളുടെ ചാനലിൽ സ്ട്രൈക്ക് കിട്ടും, അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിനെ ഡിമോണിറ്റൈസ് ആക്കി കളയും. ഇനി അടുത്തത് ഹെയ്റ്റ് ആൻഡ് അബ്യൂസ് കീവേഡ്സ്. ഇതിൽ പെടുന്ന വാക്കുകൾ ഏതൊക്കെയാണെന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, ഹിന്ദു വേഴ്സസ് മുസ്ലിംസ് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ കാസ്റ്റ് ഫൈറ്റ്, റിലീജിയൻ, എക്സ്പോസ്, ആൻറ്റി ഇന്ത്യ, ആൻറ്റി ഗവൺമെൻറ്, റയറ്റ്സ്, വയലൻസ്, ഇതുപോലുള്ള ഒരു കീവേഡ്സുകളും നിങ്ങൾ നിങ്ങളുടെ ടൈറ്റിലിൽ ഒരിക്കലും ഉപയോഗിക്കരുത്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ കാറ്റഗറിയിലുള്ള ഒരു കീവേഡ്സുകളും നിങ്ങൾ നിങ്ങളുടെ ടൈറ്റിലിൽ ഒരിക്കലും ഉപയോഗിക്കാതിരിക്കുക. ഉപയോഗിച്ച് കഴിഞ്ഞാൽ യൂട്യൂബിന് ഒരു സൈലൻറ്റ് പണിഷ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്. അതായത് ചിലപ്പോൾ നിങ്ങളുടെ ചാനലിൻ്റെ റീച്ച് കുറച്ച് തരാം, നിങ്ങളുടെ വ്യൂസ് കുറച്ച് കളഞ്ഞെന്ന് വരാം. അതുമല്ലെങ്കിൽ നിങ്ങളുടെ മോണിറ്റൈസ് ആയ ചാനലാണെങ്കിൽ നിങ്ങളുടെ ചാനലിനെ ഡിമോണിറ്റൈസ് ആക്കി കളഞ്ഞെന്ന് വരാം. അതല്ലെങ്കിൽ ആ പർട്ടിക്കുലർ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് സ്ട്രൈക്ക് തന്നെന്നും വരാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഞാൻ ഇങ്ങനെയുള്ള വേർഡ്സുകൾ യൂസ് ചെയ്തില്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് കൂടുതൽ റീച്ച് കിട്ടുന്നത്, അല്ലെങ്കിൽ എങ്ങനെ കൂടുതൽ വ്യൂസ് കിട്ടും എന്ന് നിങ്ങൾ ചോദിച്ചെന്ന് വരാം. ഇവിടെ കുറച്ച് അൾട്ടർനേറ്റ് കീവേഡ്സ് ഞാൻ നിങ്ങളോട് പറയാം. അത് നിങ്ങൾക്ക് അതിന് പകരം ഉപയോഗിക്കാവുന്നതാണ്. അതായത് റീസൺ, മിസ്റ്റേക്ക്, ട്രൂത്ത്, റിയാലിറ്റി, മൈ എക്സ്പീരിയൻസ്, ലെസൺ, ജേർണി, സ്റ്റോറി, ഇതേപോലുള്ള കീവേഡ്സുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നിങ്ങളൊരു ടൈറ്റിൽ വെക്കുകയാണ് ഏൺ മണി ഫാസ്റ്റ് ട്രിക്ക്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കൊടുക്കാൻ പാടില്ല, ഇത് നിങ്ങൾക്ക് സ്ട്രൈക്ക് കിട്ടും. ഇതിന് പകരം നിങ്ങൾക്ക് കൊടുക്കാം എനിക്കിങ്ങനെയാണ് ഇൻകം കിട്ടി തുടങ്ങിയത്, അല്ലെങ്കിൽ ദിസ് ഈസ് ഹൗ ഐ ഗോട്ട് മൈ ഇൻകം. ഈ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പ്രശ്നം ഉണ്ടാകത്തില്ല, നിങ്ങൾക്ക് ഇവിടെ സ്ട്രൈക്കും കിട്ടത്തില്ല, നിങ്ങളുടെ വീഡിയോ നന്നായിട്ട് ഓടുകയും ചെയ്യും. അതുപോലെ മറ്റൊരു ടൈറ്റിൽ നിങ്ങൾ കൊടുക്കുകയാണ് സീക്രട്ട് ഹാക്ക് ഫോർ വ്യൂസ്. ഇത് കൊടുക്കരുത്, ഇത് കൊടുത്താൽ നിങ്ങൾക്ക് സ്ട്രൈക്ക് കിട്ടും. ഇതിന് പകരം നിങ്ങൾക്ക് കൊടുക്കാം ഈ തെറ്റ് ഞാനും ചെയ്തിട്ടുണ്ട്, നിങ്ങളും ചെയ്യരുത്, ഇത് ചെയ്താൽ നിങ്ങൾക്ക് വ്യൂസ് കിട്ടത്തില്ല. ഇതിനെ ചെറുതായിട്ട് ഏത് രീതിയിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ ആ രീതിയിൽ കൊടുക്കുക. ഇവിടെ ഒരു പ്രശ്നവും വരത്തില്ല. കുറച്ച് എക്സാമ്പിൾസ് ഞാൻ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. ഇതേ രീതിയിൽ ആ കീവേഡ്സുകൾ ആദ്യം പറഞ്ഞാൽ നിങ്ങൾക്ക് സ്ട്രൈക്ക് കിട്ടാൻ ചാൻസ് ഉള്ള കീവേഡ്സുകൾ ഒരിക്കലും ഉപയോഗിക്കാതെ ഇതേ രീതിയിൽ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ നിങ്ങളുടെ ടൈറ്റിൽ കൊടുക്കുക. അല്ലാതെ നിങ്ങൾ ആ കീവേഡ്സുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾക്ക് സ്ട്രൈക്ക് കിട്ടും, അല്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ ഡിമോണിറ്റൈസ് ആയി പോകും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.